വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചിയ വാർത്ത നമ്മൾ കൊടുത്തതാണ്. നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അലയൊലികൾ അത് ബംഗ്ലാദേശിലേക്കും പടരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം പാക് പട്ടാളം ഇപ്പോൾ നിരന്തരം ബംഗ്ലാദേശിൽ തമ്പടിക്കുകയാണ്. നമ്മുടെ ചിക്കൻ നെക്കിന്റെ അടുത്ത് അവർ തമ്പടിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. പാകിസ്ഥാൻ മൂന്നല്ല നാലായി പിളരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രണ്ട് അതിർത്തികളും പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പാകിസ്ഥാൻ അതിർത്തിയിൽ രജൌരി സെക്ടറിൽ വെടിവയ്പ് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിലാണെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വയർലെസ് സിഗ്നലുകൾ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതും അറബി ഭാഷയിലും ഉറുദു ഭാഷയിലും ഒക്കെയാണ് വയർലെസ് സിഗ്നലുകൾ വരുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് അതായത് ഈ ബംഗ്ലാദേശിൽ ഈ ഭരണം അത് മതമൗലികവാദികളുടെ കയ്യിലേക്ക് പോകാതിരിക്കാനായി ബംഗ്ലാദേശിലെ കരസേനാ മേധാവിയായിട്ടുള്ള വഖർ ഉസ്സമാൻ, അപ്പം ഇയാള് ഇന്ത്യയുമായി കുറച്ച് അനുഭാവം പുലർത്തുന്ന ഒരാളാണ്. അപ്പൊ ഇയാള് അവിടെ ഞാൻ ഈ ഭരണം അട്ടിമറിച്ച് പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിന്റെ മലയാളത്തിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന സകല അട്ടിമറികൾക്കും പിന്നിൽ സകലതിന്റെ പിന്നിൽ ഇന്ത്യയാണ്. അത് ചൈനയും പാകിസ്ഥാനും സംശയിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാൻ പിന്നെ പരസ്യമായിട്ട് പറയുന്നു, ചൈന അത് രഹസ്യമായിട്ട് കോൺസ്പിറസിയിൽ എന്താ സംശയിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം പാകിസ്ഥാനിലുണ്ട്. ബംഗ്ലാദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ പട്ടാള അട്ടിമറിക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുള്ളതായി തോന്നുന്നുണ്ടോ? നമ്മുടെ അതിർത്തികൾ ഇങ്ങനെ കത്തിച്ച് നിർത്തുന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ? അതെ ഇന്ത്യ അത് കെടുത്താനാണോ ശ്രമിക്കുന്നത് ആ പ്രശ്നങ്ങൾ? സത്യത്തില് ഇപ്പോഴും നമ്മുടെ ഈ ബംഗ്ലാദേശില് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളും പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളും നമ്മളെ സംബന്ധിച്ച് കേൾക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച് അത് ഒരുപാട് ടെൻഷൻ തരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മുടെ അയൽവക്കത്ത് അശാന്തമാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ അതിർത്തികളിലൊക്കെ അത് ഒരുപക്ഷെ അതിർത്തിയിൽ യുദ്ധം ആകാനുള്ള സാധനം ഇല്ലെങ്കിൽ അശാന്തികൾ ഏത് സ്ഥലത്ത് പടരുന്നു അത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യവും അതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ആയിരിക്കും കാണുന്നത്. ഇപ്പോ നേരത്തെ ധനുഷ് പറഞ്ഞ കാര്യങ്ങൾ പാകിസ്ഥാൻ ഓപ്പൺ ആയിട്ടും ചൈന അടക്കമുള്ളവർ രഹസ്യമായിട്ട് പറയുന്ന കാര്യം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നാണ് പണ്ട് മുതലേ പറയുന്നത്. അതിന് അവർ പറയുന്ന കുറെ കാരണങ്ങളുണ്ട്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കമാൻഡർമാരൊക്കെ പരിക്ക് പറ്റിക്കഴിഞ്ഞാലും ചികിത്സയ്ക്കും മറ്റും ഇന്ത്യയിലാണ് വരുന്നത്. ഇന്ത്യ വന്നിട്ടാണ് അവർ ചികിത്സ തേടി പോകുന്നത്. ഇന്ത്യയാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അജിത് ഡോവലിന്റെ പുതിയ ബുദ്ധിയാണ് ഇപ്പോഴത്തെ ഈ കോർഡിനേഷൻ. അതായത് ബലൂചിസ്ഥാനിൽ കിടക്കുന്ന ഭീകര സംഘടനകളെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ നടത്തിയ ഓപ്പറേഷൻ ഡോവലിന്റെ ആണ്. അതിനിടയിൽ കുറെ അപസർപ്പക കഥകളും പുറത്തു വരുന്നുണ്ട്. ഡോവല് ബലൂചിസ്ഥാനിൽ എത്തി എന്നുള്ള കഥകൾ, ഇതൊക്കെ നിറം പിടിപ്പിച്ച കഥകളാണ്. ഇതിനകത്തൊന്നും തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഡിക്റ്റേറ്റീവ് മോഡലുള്ള കഥകളാണ്. അത് വേറെ കഥകൾ. പക്ഷെ ഇങ്ങനെ കുറെ കഥകൾ നേരത്തെ തന്നെ വരുന്നു. ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന ഇന്ത്യയാണ് എന്നുള്ള കാര്യം നേരത്തെ മുതലേ പറയുന്ന കാര്യമാണ്. ഇന്ത്യ അത് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ ഇന്ത്യ എല്ലാ കാലത്തും ഇത് ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഈ ബലൂചിസ്ഥാനിലെ വിഷയം ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മളത് ഉയർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാശ്മീരിന് വേണ്ടി പാകിസ്ഥാൻ എപ്പോഴൊക്കെയാണ് ശബ്ദം ഉയർത്തുന്നത്, കാശ്മീർ സ്വതന്ത്രമാക്കണം, അത് സ്വതന്ത്ര പ്രദേശമാണ്, അവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ ഈ അടുത്ത സമയത്ത് വരെ പാകിസ്ഥാൻ ആ വിഷയം ഉന്നയിച്ചിരുന്നു. ഇതിനെ തടയിടാൻ വേണ്ടി ഇന്ത്യ എപ്പോഴും ഒരു പരിചയമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ബലൂചിസ്ഥാൻ വിഷയം. ബലൂചിസ്ഥാനിന്റെ വിഷയം അതാണ്. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അവരെ പിടിച്ചെടുത്തതാണ്, അവരെ സ്വതന്ത്രമാക്കണം എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇതൊക്കെ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ബലൂചിസ്ഥാന്റെ ഇപ്പോഴടക്ക സംഭവങ്ങളുടെ പിന്നാലെ ഇന്ത്യയാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. ഇനി ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ പിന്നിൽ പാകിസ്ഥാന്റെ ചാര സംഘടനയും പാക് മിലിറ്ററിയുമാണ്. കാരണം അവിടത്തെ ഈ ഉസ്സമാൻ എന്ന് പറയുന്ന കരസേനാ മേധാവി, അതിന് സംയുക്ത സേനാ മേധാവി കൂടിയാണ്. അപ്പോ അദ്ദേഹത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു യൂനസ് അധികാരത്തിൽ കയറിയപ്പോൾ മുതലുള്ള പ്രധാന ആവശ്യം. മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ശക്തമാക്കിയിട്ട് അദ്ദേഹത്തിന് പകരം അവിടെ വേറൊരു സൈനിക മേധാവിയെ നിയമിക്കാൻ തീരുമാനിച്ചു. ആ സൈനിക മേധാവി ജമായത്തെ ഇസ്ലാമിയുടെ ഒരു പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പാകിസ്ഥാനുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ്, ഒരു പട്ടാള മേധാവിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ISIയുടെ മേധാവികളുമായി ചർച്ച നടത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശ് സൈന്യത്തിലെ കമാൻഡർമാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. അതായത് തന്നെ അനുകൂലിക്കുന്നവർ എത്രയുണ്ടെന്ന് കാണാനും പറയുന്ന ഈ ഉസ്മാനെ മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരുന്നു. പക്ഷെ ആ യോഗത്തിലേക്ക് കമാൻഡർമാരും പോയില്ല. അതോടുകൂടി അതങ്ങ് പൊളിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ഉസ്സമാൻ, അതായത് ബംഗ്ലാദേശിന്റെ നിലവിലെ സൈനിക മേധാവി, ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് സുസ്ഥിരമായ ഒരു ഭരണം ഉണ്ടായില്ല എങ്കിൽ ആ സുസ്ഥിരമായ ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി
സൈന്യം രംഗത്തിറങ്ങും. അതിനുള്ള നിർദ്ദേശങ്ങൾ സൈനികർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഉം, സുസ്ഥിരമായ ഒരു ഭരണത്തിലേക്ക് ബംഗ്ലാദേശിൽ പോയാൽ സ്വാഭാവികമായി ഞങ്ങൾ ബാരക്കിലേക്ക് മടങ്ങും. കാരണം ഇപ്പോൾ ബാഹ്യ ശക്തികളാണ് ഈ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നത്, അത് വ്യക്തമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഞങ്ങൾ പട്ടാളം ഭരണം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അവിടുത്തെ ജനങ്ങൾ പട്ടാളത്തോടൊപ്പമാണ് എന്നുള്ളതാണ്. അവർ ഉം, പറയുന്നത് പട്ടാളം കൂടി നിശ്ചലമായി കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താ എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇപ്പൊ ബംഗ്ലാദേശിൽ ഉയർന്നു വന്നു തുടങ്ങി, സാധാരണപ്പെട്ട ജനങ്ങൾ. അവര് പറയുന്നത് എല്ലാം ഉം, താറുമാറായി, ലോ ആൻഡ് ഓർഡർ എല്ലാം പോയി, പോലീസിന് വലിയ റോളില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉം, നമ്മുടെ പട്ടാളം കൂടി നിർജീവമായാൽ എന്താകും ബംഗ്ലാദേശിൽ സംഭവിക്കുക എന്ന അവിടുത്തെ സാധാരണപ്പെട്ട ജനത്തിന് ആശങ്കയുണ്ട്. അവരത് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഉം, അവിടെയും അസ്ഥിരപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അവിടെയും ഈ പാകിസ്ഥാന്റെ ഇനിയിപ്പോൾ പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബലൂചിസ്ഥാൻ ഇഷ്യൂ കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ ചെലുത്താനായി ഒരുപക്ഷെ നമ്മുടെ അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് അവർ തുനിഞ്ഞേക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ഈ ഉം, അതിർത്തി സേനകളെ വെടിവെക്കുക, അങ്ങനെയൊക്കെയുള്ള അക്രമ സംഭവത്തിന്, അതുപോലെ കാശ്മീരിലെ അവർ കൊണ്ട് വിട്ടിട്ടുള്ള വിദേശ തീവ്രവാദികളുണ്ട്, ലഷ്കർ-എ-തയ്യബ, ജെയ്ഷെ മുഹമ്മദ്, അവരെ കൊണ്ടുള്ള ഉം, അക്രമങ്ങൾ നടത്തിക്കുക. ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം പാകിസ്ഥാന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആ രാജ്യം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ കാശ്മീരിലടക്കം അവർ സ്ഫോടനങ്ങൾ നടത്തിയിട്ട് അവർ ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. പക്ഷെ ഇത്തവണ അവർ ഉം, അടപടലം കൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ രാജ്യത്ത് വലിയ ആഭ്യന്തര യുദ്ധം നടക്കുന്നു, അവരിപ്പോ ബംഗ്ലാദേശിൽ നടക്കുന്ന യുദ്ധം, ഇതെല്ലാം അവസാനം ഒരു വലിയ തിരിച്ചടിയായി മാറുന്നത് പാകിസ്ഥാന് തന്നെ ആയിരിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ ഉം, കാണുന്ന ചൈന നമുക്ക് അല്പം അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇതിനകത്ത് മെയിൻ കളിക്കാരൊക്കെ ഗ്യാലറിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിപ്പോ ഇന്ത്യ ആയാലും ചൈന ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഇറാൻ ആയാലും ഒക്കെ, എന്തിനേറെ പറഞ്ഞ അമേരിക്ക ഉം, പോലും ഗ്യാലറിയിലേക്ക് മാറുകയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എന്താണ് ഇനി അവിടെ സംഭവിക്കുക എന്നുള്ളത് നോക്കിയിട്ട് ശേഷം മാത്രമേ ഇനി ഈ രാജ്യങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു നിലപാട് ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ എല്ലാ തരത്തിലും പെട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ അവരുടെ ഒരു അവസാന ആളായിട്ട് വേണം കരുതാൻ. ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇഷ്യൂസ് ആയാലും ഒപ്പം തന്നെ അതിർത്തിയിലെ വെടിവെപ്പ് ആയാലും ഒക്കെ ഉം, അവസാനത്തെ അവരുടെ ഒരു ആളലാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉം, സംഭവവികാസങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ജാഗ്രത ആവശ്യമാണ്. നമുക്ക് നല്ല ടെൻഷനും ഉണ്ട്. കാരണം ഈ അതിർത്തിയിൽ ഉം, നടക്കുന്ന വിഷയങ്ങൾ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതിന്റെ ഒരു പ്രത്യാഘാതമുണ്ട്. കാരണം ഈ ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യയിൽ കാശ്മീരിലടക്കം നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഇനി നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ അവിടെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞാൽ അവിടെ തമ്പടിച്ചിട്ടുള്ള ISIയുടെ ഒക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ISIS ഭീകരന്മാർ അടക്കമുള്ളവർ ഉണ്ട്. പിന്നെ അവിടുന്ന് ഉം, ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറാൻ സാധ്യതയുള്ള അഭയാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ ചെറിയ പിടവ് കിട്ടിയാൽ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ഒരു സാഹചര്യം ഉം, ഇവിടെയും നമുക്ക് ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം നമുക്ക് POK എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അതെ. ഇതൊരു ക്ലൈമാക്സിലേക്കാണ് നീങ്ങുന്നത്. ഇതിന്റെ ഒരു പരിസമാപ്തി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യ POK സ്വന്തമാക്കും എന്നുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിന്റെ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കാരണം കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് പറഞ്ഞു അത് ഏതാണ്ടൊക്കെ നമ്മളോടൊപ്പം വരാൻ തയ്യാറായി തന്നെ നിൽക്കുന്നു എന്ന് പറയുകയുണ്ടായി. അവര് കാരണം തന്നെ തയ്യാറായി ബലൂചിസ്ഥാന് നിൽക്കുകയാണെന്നാ പറഞ്ഞത്. നിൽക്കുകയാണ്. അതായത് ബലൂചിസ്ഥാന് സമാനമായ ഒരു പ്രക്ഷോഭം ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ അവർ സായുധ കലാപമാണ് ഉണ്ടാക്കുന്നത്, സായുധ വിപ്ലവമാണ് എങ്കിൽ പാക് അധിനിവേശ കാശ്മീരിൽ സായുധ വിപ്ലവമല്ല. പക്ഷെ അവിടുത്തെ സൈന്യത്തിനും സർക്കാരിനും ഒക്കെ നേരെ എതിരായിട്ട് കഴിഞ്ഞ 6 മാസമായി വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചൈനയിൽ നിന്നും ഈ ഉം, ചരക്കുകളൊക്കെ വരുന്ന ഹൈവേ ഉപരോധിച്ചിട്ട് ഇപ്പോൾ ആഴ്ച 3 കഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് വണ്ടികൾ ഉം, കയറ്റി വിടാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു. കാരണം പാക് സൈന്യം അവിടെ വന്നിട്ട് ഇവരെ അടിച്ചൊതുക്കാനൊന്നും അവർ ശ്രമിക്കുന്നില്ല. കാരണം പാക് സൈന്യത്തെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരുപാട് തലവേദനയുണ്ട്. ഒന്ന്, ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തെ അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ ഈ പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയില് ഈ ഉം, താലിബാൻസ് നടത്തുന്ന അറ്റാക്കുകൾ. മറ്റൊന്ന്, തെഹ്രീക്കെ ഉം, താലിബാൻ എന്ന് പറയുന്ന ഒരു സംഘടന പാകിസ്ഥാന്റെ ഇസ്ലാമാബാദ് അടക്കം ലക്ഷ്യം വെച്ചു നടത്തുന്ന ആക്രമണങ്ങൾ. ഇതിനിടയിലാണ് ശ്രീമാൻ അതെ. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള അവരുടെ പാർട്ടി, ആ പാർട്ടി PTI, ഉം, ആ പാർട്ടി പിന്നെ ഭരണം പിടിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഇതിനിടയിൽ പൊറുതി പൊട്ടിയ ഉം, ജനങ്ങൾ, ഇതിന്റെ ഇടയിലെല്ലാം. കാരണം നമുക്കറിയാം പാകിസ്ഥാൻ സൈന്യം ഇങ്ങനെ അല്ലായിരുന്നു. കാരണം പാകിസ്ഥാനിൽ ഒരു ചെറിയ അതെ. സംഭവം ഉണ്ടാകുമ്പോൾ പോലും പാകിസ്ഥാന്റെ ജനറൽ മേജർ ഒക്കെ വന്നിരുന്നിട്ട് ഞങ്ങൾ ഇതാ ഭരണം കൈയാളുന്നു, ഇല്ലെങ്കിൽ ഞങ്ങളാണ് നിയന്ത്രിക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ പോയിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ചരട് പൊട്ടിയ പട്ടം കണക്ക് പറന്നു നടക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് POK ഉം, ഇന്ത്യയുടെ ഭാഗമായാലും പാകിസ്ഥാന്റെ ഭാഗത്തും പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. ഉം, പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാകാത്ത കാര്യം, ഈ പെട്ടിരിക്കുന്ന ഈ അവസാന സമയത്തും ബംഗ്ലാദേശിലെ അവരുടെ കരുതലാണ് എനിക്ക് മനസ്സിലാകാത്തത്.
ബംഗ്ലാദേശിന്റെ സൈന്യത്തിനിടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ പിളർപ്പിലേക്ക് നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കം. ഉം. അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്താണെന്നുള്ളത്. ഇതാണ് ഇന്ത്യ ഭയക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തികൾ ജാഗ്രത പാലിക്കുന്ന കാര്യം ഇതാണ്. കാരണം ബംഗ്ലാദേശിന്റെ ഒരു അട്ടിമറി നടക്കുകയോ ഭരണം അസ്ഥിരപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നതിൽ അധികമായിട്ടുള്ള വലിയൊരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും. നമ്മുടെ അതിർത്തിയിൽ ഈ വരുന്നവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലേണ്ടി വരും. എത്രയെന്ന് പറഞ്ഞ് കൊല്ലാൻ കഴിയും? വലിയ രീതിയിൽ തന്നെ അഭയാർത്ഥികൾ ഒഴുകിയെത്തും. ഒന്നും രണ്ടും പേരല്ല, ലക്ഷക്കണക്കിന് പേരെത്തും. കാരണം അവര് ജീവനും കൈപ്പിടിച്ചുകൊണ്ട് കയറാൻ വരികയാണ്. ഇവിടെ ഉള്ള ബംഗ്ലാദേശികളെ അടിച്ചിറക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ തലമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവിടുന്ന് ഒരു വലിയ കാരണം നമ്മുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ചെറിയ അതിർത്തിയല്ല, 4046 കിലോമീറ്റർ ഉള്ള അതിർത്തിയാണ്. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. പാകിസ്ഥാനി നടത്തുന്ന ഈ ആയുധ ബലം കൊണ്ടാണെങ്കിൽ നമുക്ക് ഇവരെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഈ കപ്പാസിറ്റി ഉണ്ട്. നമ്മളെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കുമില്ല. യുദ്ധമോ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ രാജ്യം ഭയപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യം ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതുപോലെയുള്ള അഭയാർത്ഥി പ്രവാഹം വലിയ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മൾ ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല. POK എന്നുള്ള ഒരു അഭയാർത്ഥി പ്രവാഹമല്ല, POKയുടെ ജനം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച നേട്ടമാണ്. പക്ഷെ ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളെ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് കയറ്റാതിരിക്കുക എന്നുള്ള ഒരു റിസ്ക് ആണത്. ഒരു വലിയ ഇതാണ്. ഇതൊക്കെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം. ഒരു പക്ഷേ ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി നടക്കുകയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെടുകയും ആ ഒരു പട്ടാള പിന്തുണയ്ക്ക് താൽക്കാലികമായെങ്കിലും പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു സുസ്ഥിര ഭരണം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കും. ഒരുപക്ഷെ നമ്മൾ മുൻപ് എപ്പോഴും പറയുന്നത് പോലെ ഷേഖ് ഹസീന ഒരു മുഖമായി അവിടെ വരാനുള്ള സാധ്യതകൾ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതിന്റെയൊക്കെ ഒരു അവസാനമുണ്ടല്ലോ. ഇപ്പൊ നടക്കുന്ന ഈ കലാശക്കൊട്ടിന് ഒരു അവസാനമുണ്ടല്ലോ. ക്ലൈമാക്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ അവസാനം ഉണ്ടാകും. എന്റെ എന്ന് പറയുന്നത് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ബലൂചിസ്ഥാനിൽ ചിലപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാനും ബലൂചിസ്ഥാനിന്റെ ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നവർ തമ്മിൽ ഒരു കരാറിലെത്താൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഘട്ടമെന്ന നിലയിൽ അവരെ ഒരു സ്വതന്ത്ര പ്രദേശമാക്കി നിലനിർത്താനുള്ള സാധ്യതയാണ് കൂടുന്നത്. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ബാക്കി തുടർ ചർച്ചകൾ നമുക്ക് പിന്നീട് നടത്താമെന്നൊരു വെടിനിർത്തലിലേക്ക്, സീസ് ഫയറിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകാനുള്ള സാധ്യത എല്ലാ അർത്ഥത്തിലും കാണുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2025 തൊട്ട് 2026 വരെ RSSന്റെ 100ാം വാർഷികമാണ്. അവർക്ക് അത് വലിയ നേട്ടം തന്നെയാണ്. പാക് അധിനിവേശ കാശ്മീർ അവരുടെ ഒരു പ്രചാരകൻ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞത്. കാരണം നരേന്ദ്രമോദി അവരുടെ ഒരു പ്രചാരകനാണ്. ആ പ്രചാരകൻ തിരിച്ചു പിടിച്ചു എന്ന് പറയുന്നത് RSS എന്ന് പറയുന്ന സംഘടനയെ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ അവർക്ക് അതൊരു വലിയ കരുത്തും അഭിമാനവുമാണ്. കാരണം കാലം എഴുതി വെക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. 100 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സംഘടന അവരുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ത്യയുടെ പ്രദേശം പോലും വീണ്ടെടുക്കാൻ ആ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം വേറെ ആര് ഈ POK പിടിച്ചെടുക്കുന്നത് പോലെയല്ല, അവർക്ക് നരേന്ദ്രമോദി പിടിച്ചെടുക്കുന്നതാണ് സംഘടനയെ സംബന്ധിച്ച്, RSS സംബന്ധിച്ച് അവർക്ക് അഭിമാനകരമായ. നാളെ യോഗി വന്ന് പിടിച്ചെടുക്കുമോ ഇല്ലെങ്കിൽ അമിത്ഷാ പിടിച്ചെടുക്കുമോ എന്നുള്ളതല്ല. കാരണം അവരുടെ പ്രചാരകനാണ് മോദി. ഞങ്ങളുടെ പ്രചാരകൻ തന്നെ, ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രചാരകൻ തന്നെ വേണ്ടി വന്നു പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തും. അത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതായിരിക്കാം ഇതിന്റെയൊക്കെ ഒരു പരിസമാപ്തി എന്നുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരാനുള്ള സാധ്യതകളുണ്ട്. 1-2 മാസത്തിനകമൊക്കെ എല്ലാത്തിനും ഒരു തീരുമാനം എത്താനുള്ള സാധ്യതകളുമുണ്ട്. 2 മാസമൊന്നും ചിലപ്പോൾ പോയില്ലെന്നും വരാം. കാരണം സംഘർഷത്തിനും യുദ്ധത്തിനും അധികം സമയമില്ല. ഇതിനിടയ്ക്ക് ശുഭകരമായ ഒരു വാർത്ത കൂടി എത്തുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം നിർത്താൻ സമ്മതിച്ചിട്ടുണ്ട്. 1 മാസത്തേക്ക് വെടിനിർത്തുകയാണ്. അമേരിക്ക പറഞ്ഞ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടെല്ലാം ഞങ്ങൾ തന്നു തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു സൈഡിൽ യുദ്ധം അവസാനിക്കുമ്പോൾ കിഴക്കൻ ഏഷ്യയിലെ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. അതിനകത്ത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞാൽ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റിൽ കൊയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അവർ വിതച്ചതെല്ലാം നല്ല പരുവമായിട്ടുണ്ട് കൊയ്യാനുള്ള. അത് കൊയ്ത് തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ, പറയേണ്ടി വരും. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.